വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. ഭയം ഒരു സാധാരണ വികാരമാണ്. എന്നാൽ ചിലർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശക്തമായ പേടിയുണ്ടാകാം. ലിഫ്റ്റിൽ കയറുമ്പോൾ, ചെറിയ മുറികളിലിരിക്കുമ്പോൾ, അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരക്കേറിയ ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുമ്പോൾ അസഹ്യമായ പേടിയുണ്ടാകും. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ശ്വാസം മുട്ടുന്നു, എന്തോ അപകടം സംഭവിക്കും എന്ന ചിന്ത വരികയും ഹൃദയമിടിപ്പ് കൂടാനും വിയർപ്പുണ്ടാകാനും തലചുറ്റാനും ഇടയാകും. ഇത്തരം അനുഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുവെങ്കിൽ അത് ക്ലോസ്ട്രോഫോബിയ എന്ന മാനസികാരോഗ്യ പ്രശ്നമാണ്. ക്ലോസ്ട്രോഫോബിയ എന്നത് അടഞ്ഞ ഇടങ്ങളെക്കുറിച്ചുള്ള അതിയായ പേടിയാണ്. ഇതൊരു ഫോബിക് ഡിസോർഡറാണ്. ഇത് ധൈര്യമില്ലായ്മയല്ല. മസ്തിഷ്കത്തിലെ പേടിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതിയായി പ്രതികരിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. ചിലർക്ക് മുമ്പുണ്ടായ ദുരനുഭവങ്ങൾ, ഉദാഹരണത്തിന് ചെറിയ സ്ഥലത്ത് കുടുങ്ങിപ്പോയ അനുഭവങ്ങൾ, അപകടങ്ങൾ, ചിലപ്പോൾ കുടുംബത്തിൽ ആങ്സൈറ്റി രോഗങ്ങൾ ഉള്ളവർക്കും ഇത് കാണാം. പലപ്പോഴും വ്യക്തമായ കാരണമില്ലാതെയും ഇത് ആരംഭിക്കാം. ക്ലോസ്ട്രോഫോബിയ ഉള്ളവർ ഈ പേടി ഉണ്ടാക്കുന്ന കാര്യങ്ങളും സാഹചര്യങ്ങളും ഒഴിവാക്കാൻ തുടങ്ങും. ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുക, സ്കാൻ ടെസ്റ്റുകൾ മാറ്റിവെക്കുക, യാത്രകൾ ഒഴിവാക്കുക. യാത്രകളിൽ ഇവർ ട്രെയിനിൻ്റെയോ ബസ്സിൻ്റെയോ വാതിലിനടുത്ത് സ്ഥാനം ഉറപ്പിക്കും. ഭയമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കൽ തുടർന്നാൽ പേടി കൂടുതൽ ശക്തമാകുകയാണ് ചെയ്യുന്നത്. ക്ലോസ്ട്രോഫോബിയയ്ക്ക് ഫലപ്രദമായ ചികിത്സകളുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ക്രമാതീതമായ പേടിയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ പഠിപ്പിക്കുന്ന എക്സ്പോഷർ തെറാപ്പി, മരുന്നുകൾ, ഇവയൊക്കെ വളരെ സഹായകരമാണ്. പേടി നിങ്ങളുടെ ദിനചര്യയെയും ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങിയാൽ സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുക. ഓർക്കുക, ഈ പേടി ഒരു രോഗമാണ്. അത് ചികിത്സിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.